നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് സംസാരിക്കാതിരിക്കുമ്പോൾ എന്നോട് ഇനി സ്നേഹമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഒരു മെസ്സേജിന് റീപ്ലൈ വൈകിയാൽ എന്തോ പ്രശ്നമുണ്ട്, എന്നെ അവോയ്ഡ് ചെയ്യുകയാണ് എന്ന് ചിന്തിക്കാറുണ്ടോ? പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ കാണുന്നത് സത്യമാണോ അതോ നിങ്ങളുടെ മനസ്സുണ്ടാക്കുന്ന ഒരു അസംഷനാണോ? ഇതാണ് പല റിലേഷൻഷിപ്പുകളിലും പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ രണ്ടാളുകളുണ്ടാകും, പക്ഷേ പലപ്പോഴും അവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നത് മൂന്നാമതൊരാളല്ല, അവരുടെ അസംഷനാണ്. അവൻ എന്നെ മനസ്സിലാക്കുന്നില്ല, അവൾക്ക് എന്നോട് താല്പര്യമില്ല, ഞാൻ സംസാരിച്ചാൽ അവൻ ദേഷ്യപ്പെടും. ഇങ്ങനെ നമ്മൾ മനസ്സിൽ തന്നെ കഥകളുണ്ടാക്കുന്നു. പിന്നെ ആ കഥകളെ അടിസ്ഥാനമാക്കി പാർട്ട്ണറിനോട് പെരുമാറുന്നു. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പാർട്ട്ണറിന് ഒരു മെസ്സേജ് അയച്ചു, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് റീപ്ലൈ ഇല്ല. നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്നെ ഇഗ്നോർ ചെയ്യുകയാണ്, എന്നോട് ദേഷ്യമാണ്, മറ്റാരുമായോ സംസാരിക്കുകയായിരിക്കും. അങ്ങനെ നിങ്ങൾ ദേഷ്യപ്പെടുന്നു. പാർട്ട്ണർ റീപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കോൾഡായി സംസാരിക്കുന്നു. അവർക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. അവസാനം ചെറിയൊരു സംഭവം വലിയൊരു വഴക്കായി മാറുന്നു. പക്ഷേ യഥാർത്ഥ കാരണം എന്തായിരുന്നു? റീപ്ലൈ വൈകിയത് മാത്രം. ബാക്കിയെല്ലാം നിങ്ങളുടെ മൈൻഡ് ഉണ്ടാക്കിയ അസംഷനായിരുന്നു. റിലേഷൻഷിപ്പിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് സൊല്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. അസ്യൂം ചെയ്യുന്നതിന് പകരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നീ എന്തിനാണ് റീപ്ലൈ ചെയ്യാത്തത് എന്ന് കുറ്റപ്പെടുത്തതിന് പകരം നീ ബിസി ആയിരുന്നോ, ഞാൻ കുറച്ച് വറീഡായിപ്പോയി എന്ന് പറയാം. നിനക്ക് എന്നോട് സ്നേഹമില്ല എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ നിനക്ക് എന്നെ കുറച്ച് ഡിസ്റ്റൻസ് തോന്നുന്നുണ്ട് അല്ലേ, എന്താണ് കാരണമെന്ന് നമുക്ക് സംസാരിക്കാമോ എന്ന് ചോദിക്കാം. വാക്കുകൾ മാറുമ്പോൾ കോൺവെർസേഷൻ്റെ ഫലവും മാറും. റിലേഷൻഷിപ്പ് കമ്മ്യൂണിക്കേഷൻ എന്നത് സംസാരിക്കുന്നത് മാത്രമല്ല, മറ്റൊരാളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കാതെ തന്നെ നമുക്കറിയാം എന്ന് കരുതാതിരിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ പാർട്ട്ണർ നമ്മുടെ മൈൻഡ് റീഡർ അല്ല, അതുപോലെ തന്നെ നമ്മളും അവരുടെ മൈൻഡ് റീഡർ അല്ല. അതുകൊണ്ട് സംശയം തോന്നുമ്പോൾ അസംഷൻ അല്ല കോൺവെർസേഷൻ, ദേഷ്യം വന്നാൽ സൈലൻ്റ് ട്രീറ്റ്മെൻ്റ് അല്ല കമ്മ്യൂണിക്കേഷൻ, വേദനിച്ചാൽ ബ്ലെയിം അല്ല എക്സ്പ്രഷൻ. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്നത് ഒരിക്കലും പ്രശ്നങ്ങളില്ലാത്ത റിലേഷൻഷിപ്പ് അല്ല. പ്രശ്നങ്ങൾ വന്നപ്പോൾ രണ്ടുപേരും ചേർന്ന് അത് സംസാരിച്ച് പരിഹരിക്കാൻ തയ്യാറാകുന്ന റിലേഷൻഷിപ്പാണ് ഹെൽത്തി. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൂ, ഞാനിപ്പോൾ അറിയുന്ന സത്യത്തെ അടിസ്ഥാനമാക്കിയാണോ പ്രതികരിക്കുന്നത് അതോ എൻ്റെ അസംഷനെ അടിസ്ഥാനമാക്കിയാണോ? ഈ ഒരു ചോദ്യം തന്നെ അൺനെസറി ആർഗ്യുമെൻറ്റ്സും ഒഴിവാക്കാൻ സഹായിക്കും. റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഇത്തരം പ്രാക്ടിക്കൽ സൈക്കോളജി കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ DM ചെയ്യാം, നമുക്ക് സംസാരിക്കാം.